നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹം വായിക്കുന്ന സമയത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബ്രദർ ലൈവിലൂടെ ഈ ദൈവിക സന്ദേശം അറിയിക്കുവാനായിട്ട് ഞങ്ങൾക്കിടയായി തീർന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലൂടെ ഈ സന്ദേശം ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളെ ലഭ്യമായിരിക്കുന്ന സമയത്തിനുള്ളിൽ ഓർപ്പിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 35-36 വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 35-36 വാക്യം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പഴിക്കുന്നവർ നിന്റെ മുൻപിൽ ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവേ, അനേകായിരമായി ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. ഇവിടെ മോശയുടെ ഒരു പ്രാർത്ഥന നാം ഇവിടെ കാണുന്നു. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ആ പെട്ടകം, ഞങ്ങളുടെ ആ സാന്നിധ്യം ഞങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരണം. ആ പെട്ടകത്തിൽ കാണുന്ന ദൈവിക സാന്നിധ്യമാണ്, അത് മടങ്ങി വരുവാൻ മോശ ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നവരായിരിക്കണം. ജനത്തെ സംബന്ധിച്ച് അവരെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ, അവരെ കനാനിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ വഴികാട്ടിയായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം അവരെ മറച്ചുകൊള്ളുന്നുണ്ട്. അവർക്ക് ദൈവത്തിന്റെ ആലോചന ലഭ്യമാകുന്നുണ്ട്. ദൈവികമായ സംരക്ഷണം അവർ അനുഭവിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള സ്വർഗീയമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും സംരക്ഷണവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ദൈവത്തെ സംബന്ധിച്ച് അവരെപ്പോൾ അവരുടെ പ്രവൃത്തി ആരംഭിക്കണം, അവരുടെ യാത്ര ആരംഭിക്കണം, എപ്പോൾ ആ യാത്ര അവസാനിപ്പിക്കണം. അപ്പോൾ ഓരോ യാത്രയ്ക്കും ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുവാൻ ആ ദൈവീയ സാന്നിധ്യം അവരോട് കൂടെയുണ്ട്. പെട്ടകം അവരോട് കൂടെയുണ്ട്. ആ സാന്നിധ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ മോശ ആഗ്രഹിക്കുന്ന സാന്നിധ്യവും അത് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ മോശ പറയുന്നുണ്ട്, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവഭക്തൻ ദൈവ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നവരായി തീരണം. ഇവിടെ നാം യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. 43:2 നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇവിടെ മോശ താൻ ഇത്രമാത്രം ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുവാനുള്ള കാരണങ്ങൾ പലത് പറയുന്നുണ്ട്. ദൈവഭക്തരായിരിക്കുന്ന പലരും ആ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ദൈവത്തിന് നമ്മളോട് പറയുവാനായിട്ടുള്ളത്? ആ സാന്നിധ്യം എന്തുകൊണ്ടാണ് നാം ആഗ്രഹിക്കേണ്ടത്? നമ്മെ ഏത് സാഹചര്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ദൈവ സാന്നിധ്യം. ഈ ദൈവ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, നാം ആഗ്രഹിക്കേണ്ടത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഏത് സാഹചര്യത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ ദൈവ സാന്നിധ്യം. ഇവിടെ നാം വായിച്ചു കേട്ടത് അതാണല്ലോ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ, അതുപോലെ തന്നെ തീയിൽ കൂടി നടന്നാൽ. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ മീതെ കവിയാതെ, നാം തീർന്നു പോകാതെ, നാം നശിച്ചു പോകാതെ നമ്മെ നിലനിർത്തുവാനായിട്ട് ഈ ദൈവ സാന്നിധ്യത്തിന് സാധിക്കും. മോശ ഏതാണ് ആഗ്രഹിച്ചത്? ഭക്തന്മാർ അതാണ് ആഗ്രഹിച്ചത്. ദൈവമേ, ഞങ്ങളോടുകൂടെ അവിടെ ഇരിക്കണം, ഞങ്ങളെ സഹായിക്കണം, നിന്റെ കര ഞങ്ങൾക്ക് ആശ്വാസമായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ ദൈവ സാന്നിധ്യം നാം എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കണം. നമുക്ക് എവിടെയൊക്കെ ഈ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും? ദൈവത്തിന്റെ വചനം നാം ആദ്യം പരിശോധിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എവിടെയൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും? ചില പ്രത്യേക സ്ഥലത്ത് മാത്രമാണോ? അല്ല, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അതുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. യോസേഫിനെ കുറിച്ച് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 21-23 വാക്യം നാം വായിച്ചാൽ, യോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. താൻ ചെയ്യാത്ത കുറ്റത്തിന് പോത്തിഫർ തന്നെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്. ആ സമയത്ത് നാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ കൃതാജ്ഞനായി തീർന്നു. ഇപ്പൊ കാരാഗ്രഹത്തിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നാം പോകുമ്പോൾ, നാം ചെയ്യരുതാത്ത കുറ്റത്തിനാണ് നാം ആരോപിക്കപ്പെട്ട് നാം നിൽക്കുമ്പോൾ,
ആ ജീവിതത്തിന്റെ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന മേഖലകളിലും നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും. കാരാഗ്രഹം എന്ന് പറയുമ്പോൾ ഇരുളടഞ്ഞ ഒരു സന്ദർഭമാണ്. ആർക്കും സഹായിക്കാൻ കഴിയുകയില്ല, ആർക്കും നമ്മളെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വ്യക്തിപരമായ സ്വാതന്ത്ര്യമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. പക്ഷെ അവിടെയും ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് ഇവിടെ യോസഫിലൂടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ദൈവഭക്തരായിരിക്കുന്ന ശീലാസ്, അതുപോലെ തന്നെ പൗലോസ്, പത്രോസ്, അവരെയൊക്കെ കാരാഗ്രഹത്തിൽ അടച്ചു. പക്ഷെ അവരൊക്കെ അവർക്ക് അവിടെ അനുഭവിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ വിടുതലാണ്. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധ്യമായി തീരും. തന്നെയല്ല, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിന്റെ 20 വാക്യം നാം വായിക്കുമ്പോൾ ആ വാക്യങ്ങളിൽ നാം കാണുന്നത് ഹാഗാറിനെ കുറിച്ചാണ്. ഹാഗാറിനെയും തന്റെ മകനെയും കുറിച്ചാണ്, ഇസ്മായിലിനെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം വായിക്കുന്നു, യഹോവ അവന്റെ നിലവിളി കേട്ടു മരുഭൂമിയിൽ ബാലനോടുകൂടെ. കാരാഗ്രഹത്തിൽ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ മരുഭൂമിയിൽ ബാലനോടുകൂടെ അവന്റെ നിലവിളി കേട്ടുകൊണ്ട് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് അവിടെ ഇടപെടുകയാണ് അവരുടെ വിടുതലിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ഏകാന്തയുടെ സമയമായിരിക്കാം, ഏകാന്തയുടെ സ്ഥലമായിരിക്കാം, ആർക്കും സഹായിക്കാൻ കഴിയാത്ത പ്രത്യേക സ്ഥാനമായിരിക്കാം, ആരും നമ്മളെ നിലവിളി കേട്ടില്ല എന്നിരിക്കാം. പക്ഷെ അവിടെയും ആ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കാൻ അവിടത്തേക്ക് സാധിക്കും. ദാനിയേലിനെ കുറിച്ച് നാം വായിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ അവിടെ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. അവിടെ ആ 3 അധ്യായത്തിന്റെ 25 വാക്യത്തില് അവിടെ 3 ബാലന്മാരെ കുറിച്ച് നാം വായിക്കുന്നു. ആ 3 ബാലന്മാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ആ 3 ബാലന്മാരും അവിടെ അനുഭവിക്കുന്നത് അവര് എരിയുന്ന തീച്ചൂളയിൽ കിടക്കുകയാണ്. ഇത് അവര് പറയുകയാണ്, കൊണ്ടിട്ടവരൊക്കെ പറയുകയാണ്, ഇത് 4ാമതൊരുവൻ കൂടി. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന്, ദൈവം തന്നെ ഇറങ്ങി വന്ന് ആ ദൈവിക സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അവർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് തീയുടെ യാതൊരു ലാഞ്ചന പോലും അവരേശുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എരിയുന്ന തീച്ചകളുടെ നടുവിലാണെങ്കിൽ നമ്മെ അവിടെ സഹായിക്കാൻ സാധിക്കും. നാം പ്രാരംഭത്തിൽ വായിച്ച വാക്യം നമുക്കറിയാമല്ലോ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ, നീ തീയിലൂടി കടക്കുമ്പോൾ നിന്നെ നശിപ്പിക്കുകയില്ല. കാരണം ആ സാന്നിധ്യം അത്രമാത്രം ഉന്നതമായിരിക്കുന്ന സാന്നിധ്യം തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ഓർപ്പിക്കുന്നു, ഞങ്ങളെ ക്രിസ്തുവിൽ എല്ലായിടത്തും എപ്പോഴും നടത്തുന്ന തന്റെ പരിജ്ഞാനത്തിന്റെ വാസന ഞങ്ങളോട് വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എപ്പോഴും നടത്തുന്ന ദൈവം, ആ ദൈവ സാന്നിധ്യം നമ്മളെ എല്ലായിടത്തും നടത്തും, എപ്പോഴും നമ്മളെ നടത്തും. പലപ്പോഴുമല്ല, ചില പ്രത്യേക സമയങ്ങൾ മാത്രമല്ല, എല്ലായിടത്തും നമ്മളെ നടത്തും, എപ്പോഴും നമ്മളെ നടത്തും. ആ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് താൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുൻപായി കർത്താവ് ശിഷ്യന്മാരെ കൂട്ടി പറയുന്ന വാക്ക് നമുക്കറിയാമല്ലോ, ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങളോടുകൂടെ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെയാകുന്നുവെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം എത്രയെത്ര സന്ദർഭത്തിൽ ഈ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചു. ജീവിതത്തിന്റെ പരിപരുത്ത മേഖലകളിൽ നേറുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന എത്രയോ സാഹചര്യങ്ങളിൽ ഈ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അത് അനുഭവിക്കാം, നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് ദൈവ സാന്നിധ്യം നാം ആഗ്രഹിക്കേണ്ട മറ്റൊരു കാര്യം സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നു. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീരും. സംഖ്യാപുസ്തകം അതിന്റെ 14 അധ്യായത്തിന്റെ 42 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ, സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 42 മുതൽ, ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്, യഹോവ നിങ്ങളുടെ മധ്യയില്ല, അമാലേക്കരും കനാന്യരും അവിടെ നിങ്ങളുടെ മുൻപിലുണ്ട്, നിങ്ങൾ വാളാൽ വീഴും, നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കൊണ്ട് യഹോവ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ധാർഷ്ട്യം കൊണ്ട് മലമുകളിൽ കയറി യഹോവയുടെ നിയമപ്പെട്ടവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടിരുതാൻ. എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാലേക്കരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചു. ഇവിടെ നാം വായിക്കുന്ന 2 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, യഹോവ നിങ്ങളുടെ മധ്യയില്ല. പിന്നീട് നാം വായിക്കുകയാണ്, അതായത് യഹോവയുടെ നിയമപ്പെട്ടവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാനും. യഹോവയുടെ നിങ്ങളുടെ മധ്യയില്ല, ദൈവത്തിന്റെ പെട്ടകവും നിങ്ങളുടെ മധ്യയില്ല. ഇവിടെ ദൈവ സാന്നിധ്യം നാം ആഗ്രഹിച്ചില്ല എങ്കിൽ നാം പരാജയപ്പെടും. ദൈവത്തിന്റെ ജനം ദൈവിക കൽപ്പനകളെ ലംഘിച്ച്, ദൈവദാസന്മാരുടെ വാക്കുകളെ ലംഘിച്ച്
അവരുടെ ഇഷ്ടപ്രകാരം അവർ പോവുകയാണ്. സംഭവിച്ചത് എന്താ? അവരോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ല, ദൈവത്തിന്റെ പെട്ടകമില്ല. അത് മുഖാന്തരം അവർ പരാജയപ്പെടുവാൻ ഇടയായി തീർന്നു. പരാജയപ്പെടും. ദൈവ സാന്നിധ്യം നമ്മളോടുകൂടെ ഇല്ലെങ്കിൽ നാം പരാജയപ്പെടും. മോശ പറഞ്ഞു, ദൈവം നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം, ഞങ്ങളിലേക്ക് നീ മടങ്ങി വരണം. അത് ആഗ്രഹിച്ചത് ആ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയമായിരിക്കും. ദൈവ സാന്നിധ്യം ഇല്ലാതെ നാം ഏതൊരു സ്ഥാനത്ത് പോയാലും നാം എന്ത് ചെയ്താലും ജീവിതത്തിൽ പരാജയമായിരിക്കും. നമ്മളെ ബുദ്ധി കൊണ്ടാകട്ടെ, നമ്മളെ സാമ്പത്തികം കൊണ്ടാകട്ടെ, നമ്മളുടെ മാനുഷികമായിരിക്കുന്ന മറ്റ് മാനദണ്ഡങ്ങൾ കൊണ്ടാകട്ടെ, മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടാകട്ടെ, നാം എന്ത് ചെയ്താലും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ആ വലിയ സംരക്ഷണവും സഹായവും നമുക്കില്ലെങ്കിൽ നാം തീർച്ചയായിട്ടും പരാജയപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാവുന്നതുപോലെ കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിൽ നിന്ന് അകന്ന്, കർത്താവ് ക്രൂശിക്കപ്പെട്ടു, എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ശിഷ്യനായ പത്രോസ് തന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടി അവരെ മീൻ പിടിക്കുവാനായിട്ട് പോവുകയാണ്. തിബരിയാസ് കടൽക്കരയിൽ അവർ ചെന്നു. മീൻപിടുത്തം അവർ കടലിൽ ആരംഭിച്ചു. അവരുടെ പ്രവൃത്തി അവർ മുൻപോട്ട് ചെയ്തു. രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്. ഇതാ പുലർച്ചെ കർത്താവ് അവിടെ സമീപം വന്നിട്ട് ചോദിക്കുകയാണ്, കൂട്ടുവാൻ വല്ലതും ഇല്ല എന്ന് മാത്രമേ അവർ പറയുവാനായിട്ട് അവർക്കുള്ളൂ. വേറെ ന്യായീകരണമൊന്നും പറയാനായിട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ, അവനെ നടത്തിപ്പില്ലാതെ, അവിടുത്തെ ആലോചനയില്ലാതെ, അവിടുത്തെ ദൈവമാനിക സഹായവും സംരക്ഷണവും ഇല്ലാതെ നാം എന്ത് ചെയ്താലും അത് ശൂന്യമായിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ബുദ്ധി മാറ്റിവെക്കാം, നമ്മുടെ കഴിവുകൾ മാറ്റിവെക്കാം, മാനുഷികമായ പരിശ്രമങ്ങൾ മാറ്റിവെക്കാം, മറ്റുള്ളവർ സഹായങ്ങൾ മാറ്റിവെക്കാം. കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. വായിക്കുന്നു, യഹോവയെ ആശ്രയിക്കുന്നതിൽ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കാം. ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചില്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ളതിന് ഒരു സംശയമില്ല. നാം വായിച്ച വേദഭാഗം അതാണല്ലോ. അമാലേക്കരെ തോൽപ്പിച്ചു. കാരണം ദൈവത്തിന്റെ സാന്നിധ്യമില്ല, ദൈവത്തിന്റെ പെട്ടവരുടെ കൂടെ ഇല്ല, അവരെ സഹായിപ്പാൻ ഒരു ദൈവികമായിരിക്കുന്ന സംവിധാനങ്ങളും ഇല്ല. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ ലോകത്തിൽ ആരെല്ലാം നമ്മെ സഹായിച്ചാലും നാം പരാജയപ്പെടും. ഒരിക്കലും ഇവിടെയാകാതെ ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് ആഗ്രഹിക്കും. മൂന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് നാം ദൈവ സാന്നിധ്യം ആഗ്രഹിക്കേണ്ടത്? യോശുവയുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അവിടെ യോശുവയെ കുറിച്ച് നാം വായിക്കുന്നത് 7-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യം നാം വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം, യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുമുണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമ്മോനിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ജനത്തെ യോർദാനക്കര കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാനക്കര പാർത്തിരുന്നുവെങ്കിൽ മതിയായിരുന്നു. അതിന്റെ 10-ാമത്തെ വാക്യം, യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? അതിന്റെ 11-ാമത്തെ വാക്യം, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇവിടുത്തെ സംഭവം എന്താ? ഇതിനു മുൻപുള്ള വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവര് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. പക്ഷെ ഇവിടെ പരാജയം സംഭവിച്ചു. ഈ പരാജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യോശുവ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. എന്താ പരാജയത്തിന്റെ കാരണം? വീഴ്ചയ്ക്ക് കാരണം എന്താ? ചെറിയൊരു കൂട്ടത്തോട് തോൽക്കുവാൻ കാരണം എന്താണ് വന്നത്? അവിടെ നാം വായിക്കുന്നു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ദൈവം പറയുകയാണ്, യോശുവേ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ദൈവിക സാന്നിധ്യത്തിലേക്ക് ചെന്നപ്പോൾ യോശുവയ്ക്ക് മനസ്സിലായി, പാപം ചെയ്തിരിക്കുന്ന ജനത്തെ സംബന്ധിച്ച് നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം. നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തും. യോശുവ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന സന്നിധി ഉള്ളത് കൊണ്ട് നാം തീർച്ചയായിട്ടും ആഗ്രഹിക്കണം. കാരണം നമ്മുടെ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ പാപങ്ങൾ മുഖാന്തരം പറയപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് ലഭിക്കാതിരിക്കുകയാണ്. നമുക്ക് അനുഗ്രഹത്തിലേക്ക് നമുക്ക് പോകുവാൻ ഇടയാകണമെങ്കിൽ ഈ ദൈവ സാന്നിധ്യം നമുക്ക് ദിനംതോറും നാം ആഗ്രഹിക്കണം, എപ്പോഴും നാം ആഗ്രഹിക്കണം. പാപങ്ങൾ വെളിപ്പെട്ട് ലഭിച്ചിരിക്കുകയാണ്. അനേക വൻ രാജ്യങ്ങളെ കീഴടക്കിയ
ഇവരെ സംബന്ധിച്ച് ഇവർ അമോന്യരോട് തോറ്റിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം വൻകാര്യങ്ങൾ ചെയ്തവരായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ചെറിയ ചെറിയ എത്രയോ കാര്യങ്ങളെ മുൻപിൽ നാം പരാജയപ്പെടും. അതിന്റെ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട്. ഈ പാപത്തിന് പരിഹാരം ഉണ്ടാകണം, ദൈവസന്നിധിയിലേക്ക് ചെല്ലണം, ദൈവ സാന്നിധ്യം ആഗ്രഹിക്കണം, എങ്കിൽ അതിന് പരിഹാരം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. മോശ വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതല്ല, വെറുതെ ചില വാക്കുകൾ താൻ പറഞ്ഞതല്ല. യഹോവേ, ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരണമേ, തിരുസാന്നിധ്യം ഞങ്ങളോട് പോരണമേ എന്ന് മോശ പറഞ്ഞെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവ സാന്നിധ്യം നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. നാലാമതായിട്ട് ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഇവിടുത്തെ ചരിത്രം നാം ചിന്തിച്ചാൽ, ദൈവത്തിന്റെ പെട്ടകം ഫിലിസ്തീനെ പിടിച്ചു കൊണ്ടുപോയി. ഫിലിസ്തീൻ ദേശത്തിരുന്ന ദൈവത്തിന്റെ പെട്ടക നിമിത്തം അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവത്തിന്റെ പെട്ടകം അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുവാനായിട്ട് ദാവീദ് രാജാവും ജനവും തീരുമാനിച്ചു. മടക്കിക്കൊണ്ടുവരികയാണ്. മടക്കിക്കൊണ്ടുവന്നിട്ട് അവര് ഓബേദേദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ ആ പെട്ടകം വെച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ആ കുടുംബത്തെ ദൈവം വളരെ അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. ഇത് ദാവീദ് രാജാവിന് അറിവ് കിട്ടി. ദാവീദ് രാജാവ് ആ പെട്ടകം അവിടെ നിന്നും കൊണ്ടുവരികയാണ്. 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവന്റെ വീട്ടിൽ ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. അവിടെ നാം വായിക്കുന്നു, 3 മാസം ആ ഭവനത്തിൽ ഇരുന്നതായി നാം വായിക്കുന്നു. അപ്പം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവ സാന്നിധ്യം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. എന്താ അങ്ങനെ പറയുവാൻ കാരണം? ഇവിടെ വായിച്ച വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പെട്ടകം ഓബേദേദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ അതിരുന്നു. ഇരുന്നിടത്തോളം കാലം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നാം വായിക്കും, തിരുസാന്നിധ്യത്തിന്റെ മറവിൽ നീ എന്നെ മറയ്ക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായ സന്തോഷം ലഭിക്കുവാനായിട്ട് ഇടയായി. ആ സാന്നിധ്യം നമ്മെ എത്രമാത്രം അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ അനുഗ്രഹത്തിന് കാരണം ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. നാം അനുഭവിക്കുന്ന ഭൗതിക നന്മകളുടെ കാരണം ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഈ സാന്നിധ്യം അത്രമാത്രം വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. പഴയ നിയമത്തിൽ അനേക തെളിവുകൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. നമ്മെ വിജയകരമായിട്ട് ജീവിതത്തിന്റെ ഉടമകളാക്കി തീർക്കുന്നത് ദൈവിക സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം നമ്മളോടുകൂടെ പോരണം, നമ്മളോടുകൂടെ ഉണ്ടായിരിക്കണം. ആ സാന്നിധ്യം നാം അനുഭവിക്കണം. ദൈവം വളരെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവന്റെ സാന്നിധ്യം. 139-ാം സങ്കീർത്തനം നാം വായിക്കുന്നു, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ, നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെയൊക്കെ പോകും, ഞാൻ എവിടെ ചെന്നാലും നിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിപ്പാൻ, നമ്മൾക്ക് ശരിയായിരിക്കുന്ന മാർഗനിർദ്ദേശം നൽകുവാൻ, നമുക്ക് ദൈവത്തിന്റെ ആലോചന നൽകുവാൻ, നമുക്ക് സംരക്ഷണം നൽകുവാൻ, നമ്മെ പരിപാലിപ്പാൻ, നമ്മളെ സൂക്ഷിപ്പാൻ, നമുക്ക് വേണ്ടതൊക്കെ യഥാസമയം നൽകുവാനായിട്ട് ആ സാന്നിധ്യം നമ്മളോടുകൂടി. അതുകൊണ്ട് ഈ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് വളരെ ആഗ്രഹിക്കാം, നമുക്ക് മുൻപോട്ട് പോകാം. എന്തുകൊണ്ടാണ് ഈ സാന്നിധ്യം നാം ആഗ്രഹിക്കേണ്ടത്? മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക്. ഇവിടെ ഇവരെ സംബന്ധിച്ച് അതിന് 3-ാമത്തെ വാക്യം കൂടെ
നാം വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലും. ഇവിടെ ഇവരെ സംബന്ധിച്ച് യോർദാനും മറുകര എത്തണം, അവർക്ക് മുൻപോട്ട് പോകണം. ഈ യോർദാനെ മറുകര എത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ കാര്യമാണ്. ഒരിക്കലും ഒരു മനുഷ്യന് അത് സാധിക്കുകയില്ല. എന്നാൽ യോർദാനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് ഒരു മരണകരമായിരിക്കുന്ന അനുഭവമാണ്, ഏറ്റവും പ്രശ്ന സങ്കീർണമായിരിക്കുന്ന അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ മരണകരമായിരിക്കുന്ന അനുഭവത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കുന്ന സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം. മരണകരമായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ അനവധിയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. പക്ഷേ എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന സാന്നിധ്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് വളരെ ആഗ്രഹിക്കും. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളോട് നാം കടന്നുപോയി, എന്തെല്ലാം പ്രശ്നങ്ങളോട് കടന്നുപോയി. മരണകരമായിരിക്കുന്ന അനുഭവങ്ങളാകട്ടെ, മറ്റ് ജീവിതത്തിന്റെ പ്രതികൂലമായിരിക്കുന്ന അനുഭവങ്ങളാകട്ടെ, ഇവിടെയെല്ലാം കടന്നുപോയപ്പോഴും നമ്മെ ഇതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ സാധിച്ചത് ഈ ദൈവ സാന്നിധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവീയ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ ഇതാ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവിടെ കാലുകൾ അതിന്മേൽ വെക്കുമ്പോൾ ആ സാന്നിധ്യം ആ യോർദാന്റെ മീതെ ചെന്നു കഴിയുമ്പോൾ ഇതാ യോർദാൻ രണ്ടായി പിരിയുകയാണ്. അവർക്ക് മറുകര എത്തുവാനിടയായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പാദങ്ങൾ ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് നമുക്ക് വെക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന യോർദാന്റെ അനുഭവങ്ങളാകട്ടെ, കലങ്ങി മറഞ്ഞു വരുന്ന അനുഭവങ്ങളാകട്ടെ, നമുക്ക് അത് ശാന്തതയോടുകൂടി അതിനെ നേരിടുവാനായിട്ട് ഇടയായിത്തീരും. 129 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെ കണ്ടു എന്ന് നാം വായിക്കും. ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ഓളങ്ങളും തിരമാലകളും നമ്മളുടെ നേർക്ക് വരട്ടെ, പക്ഷെ നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ ശാന്തതയെ കൊണ്ടുപോകുന്ന, തുറമുഖത്തേക്ക് നമ്മളെ എത്തിക്കുന്ന, പ്രശ്നങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മരണകരമായിരിക്കുന്ന അനുഭവത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കുന്ന സാന്നിധ്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. 6-ാമതായിട്ട് 91 സങ്കീർത്തനത്തിന്റെ 1-14 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 91-ന്റെ 1-14 വാക്യം സാധാരണയായിട്ടൊക്കെ നാം ഓർക്കാറുള്ള ഒരു വേദഭാഗമാണ്. അവിടെ സങ്കീർത്തനക്കാരൻ അവിടെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്: അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അതിന്റെ 14-ാമത്തെ വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഫലമുണ്ട്. 1-ാം വാക്യം നാം വായിച്ചത് അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. 14-ാം വാക്യം നാം വായിച്ചത് അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. എന്നോട് പറ്റിയിരിക്കുക. അപ്പോൾ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ ഫലമുണ്ട്. എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഏതെല്ലാം കാര്യങ്ങളിലാണ് വിടുവിക്കുന്നത്? ഏത് കാര്യമാണെങ്കിലും നമ്മളെ വിടുവിപ്പാൻ അവിടത്തേക്ക് സാധിക്കും. തീയുടെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ സാധിക്കും, സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് വിടുവിപ്പാൻ സാധിക്കും, കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാൻ സാധിക്കും, കടലിന്റെ ഏകാന്തതയിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ സാധിക്കും, മരുഭൂമിയുടെ നടുവിൽ നമ്മളെ വിടുവിപ്പാൻ സാധിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കും. രൂത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ബോവസ് രൂത്തിനോട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയിൽ നീ ആശ്രയം വെച്ച് വന്നിരിക്കുന്നത് കൊണ്ട് അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പൂർണ്ണ പ്രതിഫലം തരുന്നവൻ. അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അവൻ പൂർണ്ണമായിരിക്കുന്ന പ്രതിഫലം തരും എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സാന്നിധ്യം നാം ആഗ്രഹിച്ചാൽ അവൻ നമുക്ക് തീർച്ചയായിട്ടും ഫലം നൽകും, നമ്മെ നടത്തും, അവൻ നമ്മെ സഹായിക്കും. പൂർണ്ണമായിരിക്കുന്ന പ്രതിഫലം നമുക്ക് നൽകുന്നവരാണ്, ഒന്നും മാറ്റിവെച്ചിട്ടല്ല, പൂർണ്ണമായിരിക്കുന്ന പ്രതിഫലം. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ സാന്നിധ്യം നമുക്ക് അത്രത്തോളം ആഗ്രഹിക്കാം. ദൈവം നമ്മെ സഹായിക്കും. എന്തുകൊണ്ടാണ് നാം ദൈവ സാന്നിധ്യം ആഗ്രഹിക്കേണ്ടത്? അതാണല്ലോ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഈ ദൈവ സാന്നിധ്യം നാം ആഗ്രഹിക്കേണ്ടത് ഏത് സാഹചര്യത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം.
ദൈവ സാന്നിധ്യം നാം ആഗ്രഹിച്ചില്ല എങ്കിൽ നാം പരാജയപ്പെടും എന്ന് നാം ഓർക്കുകയുണ്ടായി. ദൈവ സാന്നിധ്യം നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. ഈ ദൈവ സാന്നിധ്യം നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന സാന്നിധ്യമാണ്. ഈ ദൈവ സാന്നിധ്യം മരണകരമായിരിക്കുന്ന ജീവിതാനുഭവത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കുന്ന സാന്നിധ്യമാണ്. ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ഒടുവിലായിട്ട് നാം ഓർത്താൽ, എല്ലാറ്റിനും ഉപരിയായി നാം ദൈവ സാന്നിധ്യത്തെ നാം ആഗ്രഹിക്കണം. എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ഈ ദൈവ സാന്നിധ്യത്തെ നാം സ്നേഹിക്കുകയും നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നമുക്കൊരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നാം വായിച്ചാൽ, 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേൽ ന്യായപാലനം ചെയ്യും. അതിന്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുന്നു, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ മുന്നിൽ തോറ്റോടി, ജനത്തിൽ ഒരു മഹാസംഹാരം ഉണ്ടായി. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി, ദൈവത്തിന്റെ പെട്ടകവും പിടിക്കപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഇവിടുത്തെ സംഭവം, ദൈവത്തിന്റെ ജനം ഫിലിസ്ത്യരുമായിട്ട് യുദ്ധത്തിന് പോയി. ദൈവത്തിന്റെ ജനം പരാജയപ്പെട്ടു. ഏലി എന്ന് പറയുന്ന പുരോഹിതന്റെ മക്കൾ 2 പേരും മരിച്ചു, ലോകത്തോട് മാറ്റപ്പെട്ടു. അവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു. ദൈവത്തിന്റെ പെട്ടകം ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി. തന്റെ മക്കളുടെ മരണം തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന വിഷയമാണ്. ദൈവജനത്തിന്റെ പരാജയം തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന വിഷയമാണ്. എന്നാൽ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത, ആ പെട്ടകം ഫിലിസ്ത്യർ കൊണ്ടുപോയി എന്നുള്ളത് കേൾക്കുമ്പോൾ ഏലി അവിടെ വീണ് മരിക്കുകയാണ്. ആ വസ്തുത, ദൈവ സാന്നിധ്യം അവിടെ നിന്നും പോയി എന്നുള്ളത് താൻ മനസ്സിലാക്കിയപ്പോൾ താൻ അവിടെ വീണ് മരിക്കുവാൻ ഇടയായി. ദൈവ സാന്നിധ്യത്തെ നാം ഏറ്റവും അധികം ആഗ്രഹിക്കണം. ദൈവ സാന്നിധ്യത്തെ നാം ഏറ്റവും അധികം സ്നേഹിക്കണം. അതിനെ ഏറ്റവും അധികം ബഹുമാനിക്കാൻ ഇടയായിത്തീരണം. ദൈവ സാന്നിധ്യത്തിന്റെ ആ മഹത്വത്തെ നാം ആഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ജനത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ താൻ ഏറ്റവും അധികം സ്നേഹിച്ചത് ദൈവത്തിന്റെ പെട്ടകം, ദൈവ സാന്നിധ്യം. അതിന്റെ മറവിലാണ് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ സാന്നിധ്യം ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ഈ ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയോട് കൂടെ ഇല്ലെങ്കിൽ അവന്റെ ജീവിതം ഏറ്റവും പരാജയമായിരിക്കും, പരാജയപ്പെടും. അവന് പരാജയത്തിന്റെ ദിവസങ്ങളാണ് അവരെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. കർത്താവ് പറഞ്ഞ വാക്ക് നാം ഓർത്തല്ലോ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഈ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാതെ ഏതൊരു വ്യക്തി ലോകത്തിൽ ജീവിച്ചാലും അവന്റെ ജീവിതം പരാജയമായിരിക്കും. കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ആര് മുൻപോട്ട് പോയാലും അവന്റെ ജീവിതം പരാജയമായിരിക്കും. ആ സാന്നിധ്യം ഇല്ലാതെ ആര് എത്രയൊക്കെ ലോകത്തിൽ മുൻപോട്ട് പോകാമെന്ന് വിചാരിച്ചാലും ആ ജീവിതം പരാജയമായിരിക്കും. ഈ ലോകത്തിലും പരാജയമായിരിക്കും, വരുവാനുള്ള ലോകത്തിലും പരാജയമായിരിക്കും. നിത്യമായ നരകത്തിലേക്ക് അവൻ മാറ്റപ്പെടും. കാരണം കർത്താവുമായിട്ട് വ്യക്തിപരമായിരിക്കുന്ന ബന്ധമോ ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട് അവന്റെ ജീവിതം എല്ലാ കാലത്തും എവിടെയും പരാജയം തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുസ്സിന്റെ മഹത്വം മനസ്സിലാക്കി ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കാനായിട്ടിടയായി തീരണം. ഈ സാന്നിധ്യമാണ് നമ്മളെ ഏത് സ്ഥാനത്ത് നിർത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന നന്മകൾ നൽകുന്നത്, നമ്മളെ വിജയകരമായ ജീവിതത്തിന്റെ ഉടമകളാക്കി നമ്മളെ തീർക്കുന്നത്. ഈ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഒരു പക്ഷെങ്കിൽ നമ്മുടേതായിരിക്കുന്ന സ്വയശക്തി കൊണ്ട്, നമ്മുടെ മാനുഷികമായിരിക്കുന്ന ബലം കൊണ്ട്, നമ്മുടേതായിരിക്കുന്ന മറ്റുള്ള മാനുഷികമായ യോഗ്യതകൾ കൊണ്ട് നാം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യമില്ലായെങ്കിൽ, കർത്താവ് ഉള്ളത്തിലില്ലായെങ്കിൽ ജീവിതം പരാജയമാണ്. കർത്താവ് ഉള്ളത്തിലില്ലാത്ത ജീവിതം എന്ന് പരാജയം തന്നെയാണ്. ആ പരാജയപ്പെട്ട ആ പാപ സ്വഭാവമുള്ള ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നും മടങ്ങി വരുവാനിടയാകണം. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ച് ഒരു ദൈവവേദനായി തീരണം. ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ മുൻപോട്ട് ജീവിക്കാനിടയാകണം. എങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നിത്യ സ്വർഗത്തിന്റെ അവകാശിയായി തീരാനാണ് സാധിക്കും. ഇല്ലായെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, നിത്യ നരകത്തിലേക്ക് മാറ്റപ്പെടും. പാപത്തിന് ശമ്പളമായിരിക്കുന്ന നിത്യമരണത്തിന് നാം ഓഹരിക്കാരായി തീരും. അവിടേക്ക് പോകരുത്. ദൈവം നൽകിയിരിക്കുന്ന ആയുസിന്റെ മഹത്വം നാം മനസ്സിലാക്കണം.
ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് നാം ഏറ്റവും ഉപയോഗപ്രദമാക്കി തീർക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തന്നിരിക്കുന്ന ആളുകളെ അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധിക്കണം. പാപിയായിരിക്കുന്ന മനുഷ്യൻ പാതാളത്തിലേക്ക് മാറ്റപ്പെടുന്നു. ബൈബിൾ പറയുന്നു, പാപി പാതാളത്തിന് ഇരയാകുന്നു. എന്നാൽ പാപിയായി ജനിച്ച്, പാപിയായി ജീവിച്ച്, പാപിയായി മരിക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാനിടയായി തീരണം. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ പത്രോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപത്തിന് മോചനമുണ്ടെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. പാപത്തിന് മോചനം വരിക്കണം. പാപമോചനം ലഭിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മാനുഷികമായ എന്തെങ്കിലും കർമ്മങ്ങളോ എന്തെങ്കിലും പ്രവൃത്തികളോ അത് സാധ്യമായി തീരുന്നില്ല. പാപത്തിന് മോചനം ലഭിക്കാനായിട്ട് പരിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനിടയായി. ആ സാധ്യത നൽകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് വരണമേ. ഞാൻ പാപിയായിരിക്കുന്ന വ്യക്തിയാ. എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവെ അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, യാഗമായി തീർന്നു, ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പാപത്തെ ക്ഷമിക്കണമേ. ഞാൻ അങ്ങേ എന്റെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ആ ലളിതമായ പ്രാർത്ഥന കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉള്ളത്തിലേക്ക് വരും. ആ സാന്നിധ്യം നൽകും. നമ്മെ അവിടുത്തെ മകനാക്കി തീർക്കും. പാപത്തെ ശുദ്ധീകരിച്ച കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്റെ വലിയ രക്തത്താൽ തന്റെ വലിയ രക്തം കൊണ്ട് നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ ഒരു ദൈവവേദാക്കി തീർക്കും. നാം എത്ര വലിയ പാപിയാണെങ്കിലും ബൈബിൾ ഓർപ്പിക്കുന്നു, നമ്മുടെ പാപം എത്ര കടുപ്പ് ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ ഒളിപ്പിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. രക്താംബരം പോലെയാണെങ്കിലും പനി പോലെ ആക്കി തീർക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കും. ലോകത്തിൽ ആർക്കും നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിൽ ക്രിസ്തുവിന്റെ രക്തത്തെ മാത്രമേ നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുക രക്തമാണ്. അതുകൊണ്ട് ഈ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഒരു ദൈവമകനായി തീരും. ജീവിതം സമാധാന പൂരിതമാക്കി തീർക്കുവാൻ, പ്രത്യാശയുള്ളതാക്കി തീർക്കുവാൻ, സന്തോഷമുള്ളതാക്കി തീർക്കുവാനായിട്ട് ഈ വചന കേൾവി ഇടയായി തീരും. കർത്താവിനെ സ്വീകരിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവർ ഓരോരുത്തരും ഈ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ പിറകാലെ പോകുവാനിടയാകും. ഓരോ ദിവസവും നാം ദൈവത്തോട് പറയുക, ഇത് സാന്നിധ്യം ഇല്ല എങ്കിൽ ഞങ്ങളെ അയക്കുക. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും ആ സാന്നിധ്യത്തിൽ നിന്ന് ജീവിതം നമുക്ക് നയിക്കുകയും ചെയ്യാം. സർവേശ്വരൻ അതിന് കൃപ നൽകട്ടെ. ഈ സന്ദേശം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ ധന്യമായ നാമത്തിൽ നിങ്ങളുടെ സ്നേഹ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടും. വാനത്തിൽ നാഥൻ വേഗം വന്നിടുമ്പോൾ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വാനത്തിൽ നാഥൻ വേഗം വന്നിടുമ്പോൾ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വേദന മാറി നീ സംതൃപ്തനാകുവാൻ വിശ്വസ്തനായി പാർത്തിടുക. മാറുന്ന ലോകത്തിൻ പിന്നാലെ പോയാൽ മനുഷ്യ നീ സംതൃപ്തനായിടുമോ? മനുഷ്യ നീ സംതൃപ്തനായിടുമോ? മനുഷ്യമിത്രങ്ങൾ മാറിടും നേരം ആരുണ്ടു നിൻ തുണയായി? മനുഷ്യമിത്രങ്ങൾ മാറിടും നേരം ആരുണ്ടു നിൻ തുണയായി? വരൂ, നീ മടങ്ങി വരൂ, നിൻ സൃഷ്ടാവിലേക്കു മടങ്ങി വരൂ. നീ വേഗം വന്നിടുക, നിൻ രക്ഷകൻ നിനക്കായി കാത്തിരിപ്പു. നീ വേഗം വന്നിടുക, നിൻ രക്ഷകൻ നിനക്കായി കാത്തിരിപ്പു.